ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര റമളാനുകളെയാണ് നാം സ്വീകരിച്ചതും യാത്രയാക്കിയതും. അള്ളാഹു എല്ലാം നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. പക്ഷേ അതിൻ്റെ പരമമായ ലക്ഷ്യത്തിലേക്ക് നമുക്കെത്താൻ കഴിയുന്നുണ്ടോ? എന്താണ് റമളാന് കൊണ്ട് അള്ളാഹു ലക്ഷ്യമാക്കുന്നത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടി എന്നതാണല്ലോ. ഒരു റമളാൻ കഴിയുമ്പോൾ നാം തഖ്വയുള്ളവരായി മാറുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നോമ്പിനെ 3 ഗ്രേഡുകളായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് സൗമുൽ ഉമൂം, സാധാരണക്കാരുടെ നോമ്പ്. അത് അന്നപാനീയങ്ങളിൽ നിന്ന് വയറിനെയും ആഗ്രഹങ്ങളിൽ നിന്ന് ജനനേന്ദ്രിയത്തെയും തടയുക എന്നത് മാത്രമാണ്. അത് നമ്മളൊക്കെ നോമ്പിൻ്റെ പകൽ സമയങ്ങളിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അതുകൊണ്ട് മാത്രം നോമ്പിൻ്റെ പവർ നമുക്ക് ലഭിക്കുകയില്ല, പരലോകത്ത് പ്രതിഫലം ലഭിക്കുകയില്ല. മറിച്ച് രണ്ടാമത്തെ ഗ്രേഡ് സൗമുൽ ഖുസൂസ്, പ്രത്യേകക്കാരുടെ നോമ്പാണ്. എന്ന് പറഞ്ഞാൽ കഫ്ഫുസ് സമഇ വൽ ബസരി വൽ ലിസാനി വൽ യദി വൽ റിജ്ലി വസായിറൽ ജവാരിഹി അനിൽ ആസാം, അവയവങ്ങളെ തിന്മകളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതാണ്. നമ്മുടെ കണ്ണും കാതും കയ്യും കാലും മറ്റ് അവയവങ്ങളും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കുന്ന നോമ്പിനാണ് സൗമുൽ ഖുസൂസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള രണ്ടാം ഗ്രേഡിലേക്ക് നമ്മുടെ നോമ്പ് ഉയരുമ്പോൾ മാത്രമാണ് നമുക്ക് പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്നതും അള്ളാഹുവിങ്കൽ ഉന്നതമായ സ്ഥാനങ്ങൾ ലഭിക്കുന്നതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തആമഹു വശറാബഹു. ചീത്ത വാക്കുകളും പ്രവർത്തികളും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിനിക്ക് അവൻ്റെ നോമ്പ് കൊണ്ട് ഒരാവശ്യവുമില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിങ്കൽ അങ്ങനെയുള്ള നോമ്പിന് പ്രതിഫലം പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ്. അപ്പം നമ്മൾ ഒന്നാമത്തെ ഗ്രേഡിലാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ രണ്ടാമത്തേതിലേക്ക് ഉയരാൻ വേണ്ടി ശ്രമിക്കണം. നാം ശരീര ആവശ്യങ്ങൾക്ക് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി മധുരം കുറച്ചു. പകൽ മുഴുവനും നോമ്പ് സമയത്ത് ഭക്ഷണവും മറ്റും ഉപേക്ഷിച്ചു. എന്തുകൊണ്ട് പരലോകത്തിലെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ദുഷിച്ച വാക്കുകളും പ്രവർത്തികളും ഉപേക്ഷിച്ചുകൂടാ? അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തെ വിഭാഗം സൗമു ഖുസൂസിൽ ഖുസൂസ്, പ്രത്യേകക്കാരായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് മാത്രം സാധ്യമാകുന്ന നോമ്പാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ലാത്ത മറ്റൊരു ചിന്തയും ഹൃദയത്തിൽ വരാത്ത വിധത്തിലുള്ള നോമ്പ്. അത് നമുക്കൊന്നും സാധ്യമല്ല. അങ്ങനെയുള്ള ആളുകൾ, അല്ലാത്ത ചിന്തകൾ അവരുടെ മനസ്സിൽ വരുമ്പോൾ അവർ രണ്ടാമത്തെ ഗ്രേഡിലേക്ക് താഴ്ന്നു പോകും. ചീത്ത വാക്കുകളും പ്രവൃത്തികളും വരുമ്പോൾ അവർ നോമ്പിലെ ഒന്നാമത്തെ ഗ്രേഡിലേക്ക് പിന്നെയും താഴ്ന്നു പോകും. അവർക്ക് പ്രതിഫലം ഒട്ടുമില്ലാതെ പരലോകത്ത് ഖേദിക്കേണ്ടി വരും. നാം ജീവിക്കുന്ന സാഹചര്യങ്ങൾ എല്ലാ വിഭാഗം ആളുകൾക്ക് കൂടെയും നാം ജീവിക്കുമ്പോൾ നാം വിശുദ്ധ റമളാനിലാണെന്ന ബോധമുണ്ടാവുകയും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ പരമാവധി പാലിച്ചുകൊണ്ട്, റമളാനിൻ്റെ ബഹുമാനം പാലിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഹിർഖൽ രാജാവിലേക്ക് പ്രതിനിധിയായി മഹാനായ ജുസ്സാമത്ത് ബിനു മുസാഹിഖ് റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞയച്ചു. ഹിർഖലിൻ്റെ കൊട്ടാരത്തിൽ ചെന്നിരുന്ന അവിടുത്തെ സംഭവങ്ങൾ മഹാനവറുകൾ പിന്നീട് പറയുന്നുണ്ട്. ജലസ്തു അലാ ഷൈഇൻ മാ അദ്രി മാ തഹ്തി, ഞാനൊരു കസേരയിലിരുന്നു, അത് എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നീട് ശ്രദ്ധിച്ചപ്പോൾ ഫൈദ കുർസിയുൻ
മിൻ ദഹബിൻ ഫൈദാ ഹുവ കുർസിയും മിൻ ദഹബിൻ, അത് സ്വർണത്തിനാലുള്ള ഇരിപ്പിടമായിരുന്നു. പെട്ടെന്ന് ഞാനതിൽ നിന്ന് എഴുന്നേറ്റ് താഴെയിരുന്നു. അപ്പോൾ ഹിർക്കൽ രാജാവ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അതിൽ നിന്ന് മാറിയിരുന്നത്? അപ്പോൾ മഹാൻ പറഞ്ഞ മറുപടി, ഇന്നി സമയത്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻഹ അൻ മിസ്ലി ഹാദാ, സ്വർണത്തിൻ്റെ ഇരിപ്പിടത്തിലിരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു. മുത്തുനബി തങ്ങൾ നമ്മളോട് കൽപ്പിച്ചത് ജീവിതത്തിൻ്റെ ഭാഗമാക്കാനും അവിടുന്ന് വിരോധിച്ച കാര്യങ്ങൾ നാം കൈയൊഴിക്കാനും ശ്രമിക്കണം. അതിനാണല്ലോ തഖ്വ എന്ന് പറയുന്നത്. അപ്പോൾ മാത്രമാണ് നമ്മുടെ നോമ്പ് പരിപൂർണമാകുന്നത്. വസല്ലല്ലാഹു അലാ സയ്യിദന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.